ഹലോ. എന്ത് തരം കണ്ടൻസാണ് ഈ പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത്. എന്താണ് ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ചാനലാണ്. എനിക്ക് പല ഐഡിയാസ് ഉണ്ട്, കുറേ വായിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ വിവരമുണ്ട്. എല്ലാം ശരിയാവണമെന്നൊന്നും ഇല്ല. അത് കേൾക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഞാൻ ഫേസ്ബുക്കിലുള്ള എൻ്റെ എഴുത്തുകൾ കുറച്ചുകൂടെ നല്ല ഓഡിയൻസ് ഉണ്ട്. 15,000 പേര് അതിനകത്ത് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 7 ബുക്സോളം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ Amazon.in സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താ ശരിക്കും ഇപ്പോൾ വേണ്ടേ എന്നുള്ളതൊന്ന് ചോദിക്കാൻ പോവാണ്. അതായത് സയൻസ് പ്രചരണം, അതായത് ശാസ്ത്രമാണ് ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ചരിത്രം ചെയ്യുന്നുണ്ട്, പിന്നെ പറയാറുണ്ട്. അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവ് കിട്ടാൻ, അപ്പോൾ എൻ്റെ വായിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസും ആണ്. സയൻസിൽ തന്നെ ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് അതിനോട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഉള്ളത് എനിക്ക് ചരിത്രമാണ്. കാരണം ചരിത്രമാണ് നമുക്കൊരു പെർസ്പെക്റ്റീവ് തരുന്നത്. ഇന്ന് എന്ന് പറയുന്ന സാധനം എന്താണ്, എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് അമേരിക്കക്കാർ ഇപ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ചരിത്രം തന്നെ വേണം അല്ലേ. അതുപോലെ തന്നെ പല കാര്യങ്ങളും. പിന്നെ മെഡിസിൻ ഉണ്ട്. ഓഫ് കോഴ്സ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ്. എന്നാലും പക്ഷേ എൻ്റെ കോർ ഫീൽഡും കൂടെ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ആധികാരികമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ സൈക്കോളജി ഉണ്ട്. സൈക്കോളജിയും സയൻസ് തന്നെയാണ്, പക്ഷേ സൈക്കോളജി കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ആൾക്കാർ അതിനെ അപ്രോച്ച് ചെയ്യുന്നതും അതിനെ കാണുന്നതും. ഇപ്പോൾ സൈക്കോളജി കൂടുതൽ കേൾക്കാനായിട്ട്, മനഃശാസ്ത്രം കൂടുതൽ കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ പൊതുവായിട്ടുള്ള സയൻസ്, കുറച്ചുകൂടെ ഹാർഡ് സയൻസസ് ഇന്ന് വ്യത്യാസമുള്ള ആൾക്കാരാണ് സൈക്കോളജി ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ കേൾക്കാനായിട്ട്. ഇപ്പോൾ ഈ സൈക്കോളജിയിൽ എനിക്ക് കുറച്ച് ആധികാരികമായിട്ടുള്ള വിവരം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. കാരണം ഞാനത് പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് വെറും ഉപദേശമാണ്. കാരണം കുറേ നാൾ കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു, കുറേ കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ്, ലോകത്ത് മുഴുവനുള്ള ആൾക്കാരുടെ പല ബുക്കുകൾ വായിച്ചിട്ടുള്ള അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, എൻ്റെ സ്വന്തം അനുഭവങ്ങൾ, ഇത്രയും ചരിത്രമൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവബോധമൊക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉപദേശിക്കണം എന്നൊക്കെ തോന്നും. അതിപ്പോൾ അമ്മാവനാണോ കിമ്മാവനാണോ, തന്ത വൈബാണോ തേങ്ങയുടെ മൂടാണോ, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കേൾക്കാൻ ചിലർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. തന്ത വൈബെങ്കിൽ തന്ത വൈബ്. കാരണം ചിലപ്പോൾ അതൊക്കെ ഗുണം ഉണ്ടാവുമെന്നേ ആർക്കറിയാം. അപ്പോൾ ഉപദേശം വേറൊരെണ്ണം. അപ്പം ഈ പറഞ്ഞ പോലെ പല ട്രാക്കുകളായിട്ട് യൂട്യൂബ് വീഡിയോ ഡിവൈഡ് ചെയ്ത് വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പോൾ കുറേ ശാസ്ത്രം, പിന്നെ ചരിത്രം, പിന്നെ സൈക്കോളജി, സമൂഹം, അങ്ങനെ ഒരെണ്ണം, പിന്നെ വെറും ഉപദേശം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഇതിപ്പോൾ ആലോചിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം പെട്ടെന്ന് ഈ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയും സാമ്പത്തിക അച്ചടക്കത്തെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരു ബുക്കിൻ്റെ കാര്യം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. റിച്ചാർഡ് കിയോസാക്കിയുടെ ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളത്. അപ്പോൾ ആ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ആ ഒരു ബുക്ക് ഞാൻ അന്ന് വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ MCH കഴിയാൻ പോണ സമയത്ത്, അതോ MCH ചെയ്യുന്ന സമയത്തോ ആണ്. അതായത് എൻ്റെ ഒരു 32 വയസ്സിലെയാണ് ഞാൻ ആ ബുക്ക് വായിക്കുന്നത്. അപ്പോൾ അതുവരെ വളരെയധികം കാര്യങ്ങൾ വായിച്ചിട്ട് കുറേ വിവരമുണ്ടെന്ന്, അഹങ്കാരമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അവബോധം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ സമയത്താണ് ഈ റിച്ചാർഡ് കിയോസാക്കിയുടെ ഈ കോഴിക്കോട് നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, കോഴിക്കോട് ഇങ്ങനെ ഈ റോഡ് സൈഡിൽ കുറേ ബുക്കുകൾ കൂട്ടിയിട്ട് ആൾക്കാർ വിൽക്കും. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് ആ സമയത്ത് അത് ഭയങ്കര കോമൺ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് വായിക്കും, അത് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അതിനകത്തുനിന്നാണ് ഈ റിച്ചാർഡ് കിയോസാക്കിയുടെ ഒരു പഴയ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് വായിക്കുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് കിയോസാക്കി അല്ലേ? അതെ, എന്തായാലും കിയോസാക്കിയുടെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇതിനും മറന്നുപോയതാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നാണ്, റോബർട്ട് കിയോസാക്കി. യെസ്. അപ്പം അങ്ങേര് പറയുന്നത് ചില സാമ്പത്തികമായ കാര്യങ്ങൾ,
വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് ആൾക്കാർ പറയും, ഓ അതൊക്കെ വേറെ സിമ്പിളാണ്, എന്ത് തേങ്ങാക്കൊല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ സത്യം പറയാമല്ലോ, അന്ന് എനിക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടി. അപ്പോൾ ആ ഇൻസൈറ്റ്സിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞു, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ വെറുതെ കാശ് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കോമ്പൗണ്ടിങ് ആയിട്ട് വരുമ്പം നമ്മളിപ്പോൾ 7%ആണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 50-60 കൊല്ലമായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1,00,000 രൂപ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് 10 കൊല്ലം, ഏകദേശം 10 കൊല്ലം കഴിയുമ്പം അതിൻ്റെ മൂല്യം പകുതിയായിട്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കാശിൻ്റെ മൂല്യം നഷ്ടമാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ബാങ്കിലിട്ട ഇപ്പോൾ 6% പലിശ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുമ്പോൾ 6% പലിശയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 7% മൂല്യശോഷണം വരുന്നു. 6% മാത്രമേ നമുക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. മാത്രമല്ല, ആ കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ടാക്സും കൊടുക്കേണ്ടി വരുമ്പോൾ ഈ FD എന്ന് പറയുന്നത് നഷ്ടമാണ്, കാശ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫണ്ടമെൻ്റൽ കാര്യം ശരിക്കും എനിക്ക് ബോധ്യമായത് അപ്പം അതിനകത്തുള്ള ഒരു സംഭവം കൊണ്ടാണ്. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നമ്മൾ ഇടണം. അത് എന്തായാലും കുഴപ്പമില്ല. ഒന്നുകിൽ അത് ബിസിനസ് ചെയ്ത് അത് നമ്മൾ ആ കാശ് കൊണ്ട് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ ആ കാശ് പിന്നെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ വല്ലതും വാങ്ങിച്ച്, അപ്പോൾ റിസ്ക് കൂടുതലാണ്. ഒരു 10-15% ലോങ് ടേമിൽ ചിലപ്പോൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഗോൾഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ 6% കൂടുതൽ ചില സമയങ്ങളിൽ കിട്ടിയേക്കാം, പക്ഷെ സാധാരണ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ് എന്നുള്ള ഫണ്ടമെൻ്റൽ കാര്യം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളിപ്പം റിട്ടയർമെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു സംഭവമാണിത്. ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾസ് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 30 വയസ്സാകുമ്പോൾ 35 വയസ്സാകുമ്പോൾ ചിലപ്പം ഈ ഇൻഷുറൻസ് പോളിസിക്കാർ നമ്മളോട് വന്ന് പറയും, നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 60 വയസ്സ് ആകുമ്പോൾ ഒരു കൊല്ലം അല്ലെങ്കിൽ മാസം 10,000 രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ 20,000 രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ 30,000 രൂപ വെച്ച് കിട്ടും എന്നൊക്കെ പറയാം. കണക്കുകൾ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അവർക്ക് കുറച്ച് നമ്മൾ സർപ്രൈസിംഗ്ലി നമുക്ക് തോന്നുന്ന നല്ലൊരു തുക അവർക്ക് ചിലപ്പം തരാൻ പറ്റും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സപ്പോസ് അവർ പറയുകയാണ് നമുക്ക് 50,000 രൂപ 60 വയസ്സിലേക്ക് കിട്ടും, നമ്മൾ 30 വയസ്സുള്ളപ്പം 10 ലക്ഷം രൂപ കൊടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 10 ലക്ഷം രൂപ ഇപ്പം നമുക്കൊരു വലിയ തുകയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളും 60 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാ മാസവും 30,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആലോചിക്കണം ഈ 30,000 രൂപ 60 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ മൂല്യം എത്രയായിരിക്കും 60 വയസ്സാകുമ്പോൾ. അപ്പോൾ നമ്മൾ 30 കൊല്ലം കഴിയണം അല്ലേ. അപ്പോൾ ആദ്യത്തെ 10 കൊല്ലം കഴിയുമ്പോൾ ഈ 30 എന്നുള്ളത് 15,000 ആയി അതിൻ്റെ മൂല്യം. പിന്നെയോ 7,500 അതിൻ്റെ മൂല്യം. പിന്നെയോ 3,250 ആയില്ലേ. 3,250 തന്നെ അല്ലേ? 3,750. 3,750 ആയി അതിൻ്റെ മൂല്യം. ആലോചിച്ച് നോക്കൂ. ഭയങ്കര അല്ലേ. അതുപോലെയാണ് അതിന് മൂല്യശോഷണം വരുന്നത്. അപ്പോൾ അത്രയും കാലത്ത് അത്രയും കാശ് കിട്ടിയിട്ട് എന്ത് കാര്യം. ഇപ്പം നമ്മൾ വിചാരിക്കും 30,000 രൂപയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ചിലവ് കഴിയും എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അങ്ങനെ നമ്മളെ പറ്റിക്കപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയണം, 50 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്യാനായിട്ട് ഒരു 2 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർ ചെയ്യാം. അപ്പോൾ 2 കോടി രൂപയ്ക്ക് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ സപ്പോസ് നമ്മൾ 2 കോടി രൂപ നമ്മൾ ഇടുകയാണ്, അപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് പെർ മന്ത് നമ്മുടെ ആ കോർപ്പസിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2 ലക്ഷം രൂപ നമുക്ക് മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയാണോ കോർപ്പസ്, എനിവേ നമ്മൾ 2 ലക്ഷം രൂപ പെർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കും. 50 വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഉടനെ മരിക്കുന്നൊന്നും ഇല്ലല്ലോ. മിക്കവരും ഇപ്പോൾ 80, 85, 90 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ജീവിക്കും. 50 നിന്ന് നമ്മൾ 60 വയസ്സായി. അപ്പം നമുക്ക് 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് എന്നുള്ളത്
1,00,000 പിന്നെ 70 വയസ്സാകുമ്പോഴത്തേക്കും 50,000 80 വയസ്സാകുമ്പോഴത്തേക്കും അതിന് 25,000 അപ്പോൾ നമ്മൾ ഭയങ്കരമായി ചിലപ്പം സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയേക്കും. പിന്നീട് അത് 12,500 പിന്നത്തെ ഡെക്കേഡ്. അത് ഓരോ ഇയർലി ആ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് കൊളാവാകും. അപ്പോൾ ഇത് വളരെ ഇത് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഇംപ്ലിസിറ്റായിട്ട് അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇങ്ങനെ നമ്മൾ ശരിക്കും നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമുക്ക് പണി വീഴും. ഇതേപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ്, കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ജോലി എന്ന് പറയുന്നത് എന്താണ്, ആരാണ് എംപ്ലോയി, നമ്മൾ സാലറീഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിച്ച്നെസ്, നമ്മൾ എത്ര റിച്ചാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ കുറച്ച് നൂതനമായ സംഭവങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയുന്നില്ല നമ്മുടെ വീടൊരു അസറ്റ് അല്ല, നമ്മൾ വീട് വെക്കണം എന്നില്ല നമുക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അവരെ ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ് എന്നുള്ളത് അന്ന് റിച്ചാർഡ് കിയോസാക്കി നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബോധ്യമാകും. അതിനകത്ത് ചില പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് വളരെയധികം എല്ലാ മനുഷ്യർക്കും അറിയേണ്ട കാര്യങ്ങളാണ് ഈ പോയിന്റ്സ് എന്നുള്ളതാണ്. നമ്മളിത് കുട്ടികളെ ഒന്നും സ്കൂളിലേ പഠിപ്പിക്കാറില്ല, ഇങ്ങനത്തെ പല കാര്യങ്ങളും. ഇത് സ്കൂൾ തൊട്ടേ അറിയേണ്ടതാണ്. നമ്മൾ സ്കൂളിൽ എന്ത് തേങ്ങാപ്പിണ്ണാക്കാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് സയൻസും മറ്റൊന്നും മറിച്ച് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ ഈ സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ ഫാക്ട്സ് കുത്തി നിറച്ച് നമ്മുടെ തലയിലേക്ക് ഇടിച്ചിടിച്ച് കയറ്റുകയാണ്. എന്ത് തേങ്ങക്കൊലയാണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. ഇതിനകത്ത് പകുതി പിള്ളേർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു 25% പിള്ളേർ എന്തൊക്കെയോ കാണാപ്പാഠം പഠിക്കുന്നു. ഒരു 5% പിള്ളേർക്ക് മാത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അവരുടെ തലയിൽ ആക്ച്വലി കയറുന്നുള്ളൂ. ഇതിൻ്റെ പകുതി മാത്രം ശരിക്കും പഠിപ്പിച്ചാൽ മതി ഈ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് അവരുടെ തലയിൽ എല്ലാവരുടെയും മിക്കവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് ഈ ബാങ്കിങ്, എങ്ങനെയാണ് മണി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്, ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്, ഒരു ഓഫീസിൽ പോയാൽ എന്തൊക്കെ ചെയ്യണം, ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പ്രായോഗികമായ കാര്യങ്ങളാണ് സ്കൂളിൽ കൂടുതൽ പഠിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഈ കിയോസാക്കിയുടെ തന്നെ വേറൊരു ഈ എന്താണ് ജോലി, എന്താണ് സംഭവം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ സംശയങ്ങൾ നിങ്ങൾ താഴെ ചോദിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ചറപറ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നു അഥവാ പറയുന്നു. ഓക്കെ.